ഇത് പുറമേരി, അതായത് വടകര പുറമേരി വേട്ടക്കൊരു മകൻ പരദേവതാ ക്ഷേത്രമാണ്. അപ്പോൾ അത് ഞാൻ ഐതിഹ്യപരത്തെ പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ എങ്കിലും ക്ഷേത്രം നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് കിരാതനമൂർത്തിയായ ശ്രീ ക്ഷേത്രം കൂടിയാണ് പുറമേരി. ഇതാണ് എൻ്റെ ഓഫീസ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരാനും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എടുക്കാനും കഴിയുന്നതിനൊക്കെ വളരെയധികം ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ജനങ്ങൾ ചില ആൾക്കാർ അറിയപ്പെടും, ചില അറിയപ്പെടില്ല. ഞാനിപ്പോൾ ഉള്ളത് വടകര പുറമേരി കോവിലകം വകയുള്ള പരദേവതാ ക്ഷേത്രത്തിലേക്ക് വേട്ടക്കോരമുഖ ക്ഷേത്രത്തിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ക്ഷേത്രവും ക്ഷേത്ര മൈതാനങ്ങളും. ഉള്ളിലോട്ട് കയറാൻ വീഡിയോ അനുവദിക്കുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് ക്ഷേത്രം പൂട്ടിയിട്ടുണ്ട്. എൻ്റെ പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെയാണ് പ്രതിഷ്ഠ. അയ്യപ്പനും മഹാവിഷ്ണു അയ്യപ്പനും അതുപോലെ തന്നെ ഗണപതി. ഇതിനുള്ള പ്രത്യേകത, അതായത് അമ്പലങ്ങളില്ല, താൽക്കാലികമായി ഷെഡ് കെട്ടിട്ട് പൂജിക്കുന്നതാണ്, പൂജ നടത്തുന്നു. വിഗ്രഹങ്ങൾ മാത്രം മതിയല്ലോ. ഓക്കെ. പിന്നെ ചുറ്റുമതിൽ, അമ്പലങ്ങൾ ചുറ്റുമതിലും വളരെ പച്ചപ്പായ സ്ഥലം. വളരെ പ്രൗഢിയോടുകൂടി നിറഞ്ഞു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇവർ കോവിലത്തിൻ്റെ വക, പുറമേരി കോവിലത്തിൻ്റെ വകയുള്ള ക്ഷേത്രമാണ്. പക്ഷേ ഇന്ന് ആൾക്കാർക്കും ചുരുങ്ങി, ബന്ധങ്ങളും ചുരുങ്ങി, പല രാജ്യത്തേക്കും തൊഴിൽ തേടിപ്പോയി. അപ്പോൾ ക്ഷേത്രവും ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് രാജാക്കന്മാർ കുളിച്ചിരുന്നത് വളരെ വിസ്തൃതിയേറിയ ഒരു കുളമായത്. പക്ഷേ പണ്ട് കാലത്ത് രാജാക്കന്മാർ കുളിച്ചിരുന്നതും അങ്ങനെ പരിവാരങ്ങൾ രാജാക്കന്മാരുമായി കുളിച്ചിരുന്നതുമായ കുളം ഇന്നതാ കാലിയേരി മൂടിക്കിടക്കുകയാണ്. ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട്, പഞ്ചായത്തുകൾ ഏറ്റെടുത്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ കുളത്തെ സംരക്ഷിക്കണം. നമ്മുടെ കുടിനീരിൻ്റെ പ്രശ്നങ്ങളാണ്. ഇവിടെ ഈ കുളത്തിൽ വെള്ളമുണ്ടെങ്കിൽ മറ്റുള്ള കിണറുകളിലും വെള്ളമുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കുടിനീരുകളെ സംരക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ രമേശ്, വടകരയിലെ പുറമേരി കോവിലകം അമ്പലത്തിൽ നിന്നും AK രമേശൻ, CC രമേശൻ, രണ്ടും പറയാം. രമേശ് കണ്ണു. ബായ്.